ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ, ബന്ധനത്തെ ഭയപ്പെടുവാനല്ല, ബന്ധനത്തെ തകർത്ത യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് അഭിഷേകമുള്ള ഒരു പുതിയൊരു ജീവിതം നയിക്കുവാൻ നിങ്ങളെ ഓരോരുത്തരെയും പരിശുദ്ധാത്മാവ് ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഞാനിത് പറയുമ്പോൾ പലർക്കും കേൾക്കുവാൻ ഇഷ്ടമുള്ള ഒരു വാക്കാണ് ബന്ധനം. അല്ലെ, കുടുംബത്തില്, വ്യക്തി ജീവിതത്തില് ബന്ധനം ഉണ്ട് എന്ന് പറയുന്നത് കേൾക്കാനാണ് പലർക്കും താല്പര്യം. അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ ഈശോയുമായി വ്യക്തിബന്ധത്തിൽ മുൻപോട്ട് പോകുവാൻ വേണ്ടി ഇങ്ങനെ ചെറിയ സഹനങ്ങളൊക്കെ വരുന്നതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും അത് സ്വീകരിക്കുവാൻ സാധിക്കാതെ വരും. പ്രിയപ്പെട്ടവരെ, നമ്മൾ വിശുദ്ധ കുമ്പസാരം നടത്തി വരപ്രസാദാവസ്ഥയിൽ പരിശുദ്ധ കുർബാനയിൽ ഈശോയെ സ്വീകരിക്കുമ്പോൾ ഈ ആകാശവും ഭൂമിയും സമുദ്രവും അതിലുള്ള സകലവും സൃഷ്ടിച്ച പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമാണ് നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്നത്. ഈ ത്രിയേക ദൈവം നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വന്നിട്ട് നമുക്ക് ഒരിക്കലും വിശ്വാസം വരുന്നില്ല. ഇത് നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വന്നിരിക്കുന്നത് നമ്മുടെ ഈശോ തന്നെയാണോ എന്നുള്ളൊരു വിശ്വാസം പലർക്കും ഇല്ല. അതുകൊണ്ടാണ് ഈ പലരുടെയും വ്യക്തി ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും പല പ്രതിസന്ധികളും പ്രശ്നങ്ങളും വരുവാൻ കാരണം. അല്ലെങ്കിൽ വിശുദ്ധിയില്ലാതെ, വിശുദ്ധ കുമ്പസാരം നടത്താതെ ഈശോയെ സ്വീകരിക്കുമ്പോൾ ഈശോ അപ്പക്കഷ്ണം യൂദാസിന് കൊടുക്കുമ്പോൾ പിശാച് യൂദാസിലേക്ക് ആവസിച്ചു എന്ന് നമ്മൾ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ വിശുദ്ധിയില്ലാതെ ഈശോയെ സ്വീകരിക്കുമ്പോൾ ഇതുപോലെയുള്ള തിന്മയുടെ ശക്തികൾ നമ്മളുടെ ഉള്ളിലേക്ക് കടന്നു വരും. രണ്ട് കാരണങ്ങൾ കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ കർത്താവിന്റെ പ്രവൃത്തി നടക്കാതെ പോകുന്നുണ്ട്. ഒന്ന് വിശ്വാസമില്ലാത്തത് കൊണ്ടും, ഒന്ന് വിശുദ്ധിയില്ലാതെ ഈശോയെ സ്വീകരിക്കുന്നത് കൊണ്ടും. ഒരിക്കലും കൊല്ലത്തുള്ള ഒരു കുടുംബത്തില് അവര് 9 മക്കളാണ്. എല്ലാവരും നല്ല ജോലിക്കാരാണ്. ഗവൺമെന്റ് ജോലി ഉള്ളവരുണ്ട്, വിദേശത്ത് ജോലിയുള്ളവരുണ്ട്. അതിൽ ഒരാൾ മാത്രം ജോലിയൊന്നുമില്ല. അപ്പോൾ അവർക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് വന്നപ്പോൾ ഇവർക്കൊരാഗ്രഹം, സ്ഥലവും വീതം വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വീതം കിട്ടുന്ന സ്ഥലം വിറ്റിട്ട് ഒരു നല്ലൊരു വീടൊക്കെ പണിയാമെന്നൊരാഗ്രഹം ഈ വ്യക്തിയുടെ ഉള്ളിലുണ്ട്. അപ്പോൾ ഇവര് ബാക്കി സഹോദരങ്ങളോടൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അവര് പറഞ്ഞു, ഞങ്ങൾക്കത് താല്പര്യമില്ല. കുറച്ച് പേര് പറഞ്ഞു, ഞങ്ങൾ സൈൻ ചെയ്ത് തരാം. ബാക്കിയുള്ളവരൊന്നും ഇങ്ങനെ സമ്മതിച്ചില്ല. അപ്പോഴിങ്ങനെ പലരോടും ഇങ്ങനെ പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ പലരും പറഞ്ഞു, അത് വർഷങ്ങളായിട്ട് ഒത്തിരി പാരമ്പര്യമായിട്ട് അവിടെ ഒത്തിരി തറവാടാണ്, അവിടെ ഒത്തിരി മരണങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്, അതിൻ്റെയൊക്കെ ബന്ധനം ഉള്ളത് കൊണ്ടാണ് ഇതിങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പലരും പറഞ്ഞ് ഇങ്ങനെ ഒഴിവാക്കി വിട്ടു. അപ്പോൾ ഇവർക്ക് വല്ലാത്തൊരു സങ്കടം, ഇതിങ്ങനെ വീതം വെച്ച് കിട്ടണമെന്നൊരാഗ്രഹമുണ്ട്. അപ്പോഴിങ്ങനെ ഒരിക്കൽ എന്നോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്ക് ശക്തമായിട്ട് പ്രാർത്ഥിക്കാം എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ അവർക്കൊരാഗ്രഹം, അതിലൊന്ന് വീട്ടിൽ കൂടെ ഒന്ന് വരണം എന്നിങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഒരു ദിവസം ഞാൻ വരാമെന്നിങ്ങനെ പറഞ്ഞു. ഞാൻ പോയി കുമ്പസാരിച്ചു, വിശുദ്ധ ബലിയിൽ സംബന്ധിച്ച് ഈശോയെ സ്വീകരിച്ചു, പരിശുദ്ധ അമ്മയോട് ജപമാലയൊക്കെ ചൊല്ലി പ്രാർത്ഥിച്ചിട്ട്, ദിവ്യകാരുണ്യ സന്നിധിയിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ട് ഒരിക്കൽ ഞാൻ ഇവരുടെ ഭവനത്തിൽ പോയി. അവിടെ ചെന്ന് ആ കുടുംബത്തിന് വേണ്ടി, ആ വ്യക്തികൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ചു. അവരുടെ കുടുംബത്തിലുള്ള പൂർവികരുടെ ചില പ്രവൃത്തികൾക്ക് പരിഹാരമായിട്ട് ഇവരോട് ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുവാനും ജപമാലയൊക്കെ ചൊല്ലി പ്രാർത്ഥിക്കുവാനൊക്കെ പറഞ്ഞ് ആ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. 30 ദിവസത്തിനുള്ളിൽ കർത്താവ് അത്ഭുതം പ്രവർത്തിച്ചു. അവരെല്ലാവരും സൈൻ ചെയ്ത് കൊടുത്ത് ഇവർക്ക് സ്ഥലം വീതം വെച്ചു. ഇവർക്ക് കിട്ടേണ്ട ഓഹരി കിട്ടി. അവരെ നല്ലൊരു വീടൊക്കെ വെക്കുവാൻ വേണ്ടി ഇപ്പോഴിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയുന്നത്, നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്ന ഈശോയെ, ദിവ്യകാരുണ്യമായ ഈശോയെ നമ്മൾ എത്രമാത്രം വിശ്വസിക്കുന്നുണ്ടോ? ഇത് ഈ ആകാശവും ഭൂമിയും സൃഷ്ടിച്ച എൻ്റെ പൊന്നുതമ്പുരാനാണ്. ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള വചനഭാഗങ്ങളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ എത്രമാത്രം അത്ഭുത പ്രവൃത്തികൾ, കർത്താവ് ചെയ്ത അത്ഭുത പ്രവൃത്തികൾ നമ്മളൊക്കെ കണ്ടിട്ടുണ്ട്. ആ അത്ഭുത പ്രവൃത്തികൾ ചെയ്ത കർത്താവാണ് എൻ്റെ ഉള്ളിലേക്ക് കടന്നു വന്നിരിക്കുന്നത് എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ആ നിമിഷം മുതൽ നമ്മുടെ ജീവിതത്തിലെ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ കാണുവാൻ സാധിക്കും. എന്നാൽ പലർക്കും ഈ ഒരു വിശ്വാസം ഉള്ളിലേക്ക് കടന്നു വരുന്നില്ല. എൻ്റെ ഉള്ളിലേക്ക് കടന്നു വന്നിരിക്കുന്നത് ഈശോ തന്നെയാണോ എന്ന് അവിശ്വസിക്കുന്ന വ്യക്തികൾ പോലുമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇന്നു മുതൽ നല്ലൊരു കുമ്പസാരമൊക്കെ നടത്തി
പരിശുദ്ധ ബലിയിൽ ഏകാഗ്രതയോടെ നിന്ന് പ്രാർത്ഥിച്ച് ഈശോയെ, പുരോഹിതൻ തരുന്ന ആ ദിവ്യകാരുണ്യമായ ഈശോയെ നമ്മളെ ഉള്ളിലേക്ക് സ്വീകരിക്കുമ്പോൾ, നമ്മുടെ നാവിൻ തുമ്പിൽ ഈശോ ഇരിക്കുമ്പോൾ ആ ഈശോയോടൊന്ന് സംസാരിക്കണം. എൻ്റെ പൊന്നു തമ്പുരാനാണ് എൻ്റെ ഉള്ളിലേക്ക് കടന്നു വന്നത് എന്നുള്ള ആ ഒരു ബോധ്യത്തോടു കൂടി നമ്മളെ ഈശോയോട് നമ്മുടെ ആഗ്രഹങ്ങളും ഒക്കെ പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വലിയ ദൈവിക പ്രവൃത്തികൾ സംഭവിക്കുന്നത് കാണുവാൻ സാധിക്കും. അല്ലാതെ നമ്മൾ ഓടി നടന്ന് ചില കാര്യങ്ങളൊക്കെ ചെയ്ത് അനുഗ്രഹം പ്രാപിക്കാം എന്ന് അനുഗ്രഹം പ്രാപിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ പരിശുദ്ധ കുർബാനയിലൂടെ ഈശോയെ സ്വീകരിച്ച് അനുഗ്രഹം പ്രാപിക്കുന്നവരായിട്ട് മാറുവാൻ നിങ്ങളെ ഓരോരുത്തരെയും പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മ മാതാവിൻ്റെ വലിയ മാധ്യസ്ഥവും സാന്നിധ്യവും എപ്പോഴും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ മിഖായേൽ ദൂതന്റെ സംരക്ഷണം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ആവേ മരിയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.